അടുത്ത വിഷയത്തിലേക്ക്. തായ്ലൻഡ് കംബോഡിയ അതിർത്തി അശാന്തമായിരിക്കുകയാണ്. 508 മൈൽ നീളുന്ന അവരുടെ അതിർത്തിയിലുടനീളം മനുഷ്യകുലത്തിന്റെ പൈതൃകം പേറുന്ന മഹാനിർമ്മിതികളും ചരിത്ര ശേഷിപ്പുകളുമാണ്. 70 ആണ്ട് പിന്നിട്ട അതിർത്തി തർക്കത്തിന്റെ കുഴിബോംബുകൾ വീണ്ടും അവിടെ ചിതറിത്തെറിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സംഘർഷത്തിൽ ഇതിനോടകം 16 പേർ കൊല്ലപ്പെട്ടു. തായ്ലൻഡ് പ്രകോപനമില്ലാതെ ആക്രമിച്ചെന്ന് കംബോഡിയ കുറ്റപ്പെടുത്തുന്നു. ക്ഷേത്ര പരിസരത്ത് സ്ഫോടനം നടത്തിയത് കംബോഡിയയാണെന്ന് തായ്ലൻഡ് ആരോപിക്കുന്നു. പ്രശ്നം UN സുരക്ഷാ കൗൺസിലിൽ ചർച്ച ചെയ്യണമെന്ന് കംബോഡിയൻ സർക്കാർ ആവശ്യപ്പെടുന്നു. പുറത്തുനിന്ന് ആരും വേണ്ട ഉഭയകക്ഷി പ്രശ്നമാണിത് എന്നാണ് തായ്ലൻഡ് പറയുന്നത്. എന്താണ് അവിടെ ശരിക്കും സംഭവിക്കുന്നതെന്ന് RDX പരിശോധിക്കുന്നു. ആദ്യം RDX. 7 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ളതാണ് തായ്ലൻഡ് കംബോഡിയ അതിർത്തി തർക്കം. 817 കിലോമീറ്റർ ദൈർഘ്യമുള്ള രാജ്യാന്തര അതിർത്തിയാണ് തർക്ക കേന്ദ്രം. 2 മാസം മുൻപ് ഒരു കംബോഡിയൻ സൈനികൻ തായ്ലൻഡ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടെ ചെറിയ ഇടവേളയ്ക്ക് ശേഷം സംഘർഷം മൂർച്ഛിച്ചു. അതിർത്തിയിൽ തായ്ലൻഡ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. തായ്ലൻഡിൽ നിന്നുള്ള പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഇറക്കുമതി നിരോധിച്ചു. തായ് സിനിമകളുടെ സംപ്രേഷണം നിർത്തിവെച്ചു. കംബോഡിയ തിരിച്ചടി നൽകി. 2 ദിവസം മുൻപ് പെട്രോളിംഗിനിടെ 5 തായ്ലൻഡ് സൈനികർക്ക് മൈൻ സ്ഫോടനത്തിൽ പരിക്കേറ്റത് കാര്യങ്ങൾ വഷളാക്കി. മൈനുകൾ പുതുതായി സ്ഥാപിച്ചതാണെന്ന് ആരോപിച്ച തായ് ഭരണകൂടം വടക്കു കിഴക്കൻ അതിർത്തി അടച്ചു. കൂടാതെ രാജ്യത്തെ കംബോഡിയൻ അംബാസിഡറെ പുറത്താക്കുകയും നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തു. തായ്ലൻഡിന്റെ ആരോപണങ്ങൾ കംബോഡിയ നിഷേധിച്ചു. അതിർത്തിയിൽ തായ് പോർ വിമാനങ്ങളുടെ ബോംബിംഗിൽ നിരവധി സാധാരണക്കാർക്ക് പരിക്കേറ്റെന്ന് കംബോഡിയ. സംഘർഷം കനത്തതോടെ അതിർത്തി പ്രദേശത്തു നിന്ന് 58,000-ഓളം പൗരന്മാരെ തായ്ലൻഡ് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. RDX റാം ന്യൂസ് മലയാളം. തീരാത്തർക്കമാണ് തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ളത്. 817 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന അതിർത്തിയെ ചൊല്ലിയാണ് തായ്ലൻഡും കംബോഡിയയും തർക്കം നടത്തുന്നത്. 11-ാം നൂറ്റാണ്ടിൽ പണിത പ്രയോ വിയേഹാർ ക്ഷേത്രം സ്വന്തമാണ് എന്നാണ് ഇരു രാഷ്ട്രങ്ങളും പറയുന്നത്. ക്ഷേത്രാവകാശം കംബോഡിയയ്ക്കാണെന്ന് 1962 അന്താരാഷ്ട്ര നീതിന്യായ കോടതി പറഞ്ഞു. 2008 യുനെസ്കോ പ്രയോ വിയേഹാർ ക്ഷേത്രത്തെ ആഗോള സാംസ്കാരിക കേന്ദ്രമായി പ്രഖ്യാപിച്ചു. ഇതിന് പിന്നാലെ തായ്ലൻഡ് ഈ പ്രദേശത്ത് സൈനിക വിന്യാസം നടത്തി. 2011 സംഘർഷത്തിൽ സാധാരണക്കാരടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടു. 2013 ക്ഷേത്രത്തിലും ഭൂമിയിലും കംബോഡിയൻ പരമാധികാരം ഉറപ്പിച്ച് ICJ വിധി വന്നു. ഇതുൾപ്പെടെ മേഖലയിലെ നിരവധി ക്ഷേത്രങ്ങളെ ചൊല്ലി അവകാശ തർക്കം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇതിൽ പെട്ടെന്നുണ്ടായ ഒരു കാരണം മെയ് മാസത്തിൽ തർക്കപ്രദേശത്തുണ്ടായ വെടിവയ്പിൽ ഒരു കംബോഡിയൻ സൈനികർ കൊല്ലപ്പെട്ടതാണ്. ഇത് കംബോഡിയ പുതിയതായി സ്ഥാപിച്ച കുഴിബോംബ് ആണ് എന്നാണ് തായ്ലൻഡ് പറയുന്നത്. അതിർത്തിയിൽ സേനാവിന്യാസമുണ്ടായി. കംബോഡിയയുമായുള്ള വടക്ക് കിഴക്കൻ അതിർത്തി തായ്ലൻഡ് അടച്ചുപൂട്ടി. കംബോഡിയൻ അംബാസിഡറെ പുറത്താക്കി. സ്വന്തം അംബാസിഡറെ പിൻവലിച്ചു. കംബോഡിയയും നയതന്ത്ര ബന്ധം മരവിപ്പിച്ചു. വ്യാപാര ഇടപാടുകൾ നിർത്തി. ഇന്നലെ രാവിലെ ത്വാമോൺതോം ക്ഷേത്രത്തിന് സമീപം വീണ്ടും ഏറ്റുമുട്ടലുണ്ടായി. കംബോഡിയൻ സൈനിക കേന്ദ്രങ്ങളിൽ തായ്ലൻഡ് വ്യോമാക്രമണം നടത്തി. കംബോഡിയ നടത്തിയ പ്രത്യാക്രമണങ്ങളിൽ തായ്ലൻഡിനും നാശനഷ്ടമുണ്ടായി. ആയുധശക്തിയിൽ മുൻതൂക്കം തായ്ലൻഡിനാണ്. പ്രധാന ആയുധ വിതരണക്കാർ അമേരിക്കയാണ്. കഴിഞ്ഞ വർഷം തായ്ലൻഡിന് $5.7 ബില്യൺ പ്രതിരോധ ബജറ്റ് ഉണ്ടായിരുന്നു. 3.5 ലക്ഷത്തിലേറെ സൈനികരും 400ഓളം യുദ്ധ ടാങ്കുകളും തായ്ലൻഡിനുണ്ട്. കംബോഡിയൻ സൈന്യം ആയുധങ്ങൾക്ക് പ്രധാനമായും ആശ്രയിക്കുന്നത് ചൈനയെയാണ്. സൈനിക ശേഷിയിൽ പിന്നിലായ കംബോഡിയയുടെ പ്രതിരോധ ബജറ്റ് $1.3 ബില്യൺ മാത്രമാണ്. കംബോഡിയയ്ക്ക് സ്വന്തമായി യുദ്ധവിമാനങ്ങൾ ഇല്ല. ഉള്ളത് സോവിയറ്റ് യൂണിയന്റെ കാലത്തെ ഹെലികോപ്റ്ററുകൾ മാത്രമാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ തീവ്ര ശ്രമം നടക്കുകയാണ്. പ്രശ്നം പരിഹരിക്കണമെന്ന് അമേരിക്കയും ചൈനയും മലേഷ്യയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മധ്യസ്ഥ ശ്രമങ്ങളോട് സഹകരിക്കാതെ തായ്ലൻഡ് സർക്കാർ മുഖം തിരിച്ചിരിക്കുകയാണ്. ഉഭയകക്ഷി ചർച്ചയിലൂടെ മാത്രമേ തർക്കം പരിഹരിക്കാനാകൂ എന്നാണ് തായ്ലൻഡ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. എന്തായാലും 2 രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കമാണ്. പക്ഷേ ഇത് ഈ പറഞ്ഞതുപോലെ ഇവർ പ്രധാനമായും ബുദ്ധമത വിശ്വാസത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകുന്ന രാജ്യങ്ങളാണ്. അവിടെ ഇവർ തമ്മിൽ ഇത്തരത്തിലുള്ള തർക്കം വരുന്നത് ആ നിലയ്ക്ക് വലിയ കൗതുകവുമാണ്. എന്തായാലും ലോകത്ത് ഇതൊരു ചെറിയ സംഘർഷം എന്ന നിലയ്ക്ക് വേണമെങ്കിൽ നമ്മൾ ലോകത്ത് ഇപ്പോൾ നടക്കുന്ന പല സംഘർഷങ്ങളെയും ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് തോന്നാം. പക്ഷേ ഒരു സംഘർഷവും നമ്മളെ ഇപ്പോൾ സമാധാനത്തോടെ ഇരിക്കാൻ പ്രേരിപ്പിക്കുന്ന, എല്ലാ സംഘർഷവും നമ്മളെ ആശങ്കയിലാക്കുന്ന തലത്തിൽ കാര്യങ്ങൾ മാറിയിട്ടുമുണ്ട്. എങ്ങനെയാണ് ഈ സംഭവത്തെ കാണുന്നത്? ഇതിപ്പോൾ ലോകത്തെ മറ്റു പല വലിയ സംഘർഷങ്ങൾ നടക്കുന്നതുകൊണ്ട് അർഷണി പറയുന്ന പോലെ കുറച്ച് പിന്നിലാണ് പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ സംഭവം ഉണ്ടായിരുന്ന കഴിഞ്ഞ ദിവസം വരെ. പക്ഷേ ഇത് മറ്റ് സംഘർഷങ്ങളോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യം, ഇതോട് ചേർന്ന് നിൽക്കുന്ന ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വളരെ കാലം മുമ്പുള്ള സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ഈ 2 ക്ഷേത്രങ്ങൾ, ഒന്ന് മാത്രമല്ല, പ്രാച്ച് വിഹാർ ക്ഷേത്രവും പിന്നൊരു പേരുകൂടിയുണ്ട്, പ്രസാദ് തച്ച മുവൻ തോം ക്ഷേത്രം. ഇങ്ങനെ തന്നെയാണോ മലയാളത്തിൽ ഉച്ചരിക്കാമെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുന്നത്, വായിക്കുന്നപ്പോൾ അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഈ 2 ക്ഷേത്രങ്ങൾ, ഒന്ന് ശിവക്ഷേത്രമാണ്, 2 ഹിന്ദു ക്ഷേത്രങ്ങളാണ്. ഈ 2 ഹിന്ദു ക്ഷേത്രങ്ങളുടെ അധികാരവും ഇതിനകത്ത് വളരെ കാലമായിട്ട് തുടരുന്ന ഒരു
തർക്ക പ്രശ്നമാണ്. അതിൽ നിന്നൊക്കെയാണ് ഈ അതിർത്തി പ്രശ്നം വേറെ തന്നെ ഉണ്ടെങ്കിലും ഈ ക്ഷേത്രങ്ങളുടെ എന്ന് വെച്ചാൽ ഈ ചരിത്ര സ്മാരകങ്ങളുടെ കൈവശം വെക്കൽ കൂടെയാണ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് കാണുന്നു. ഖമർ കാലത്തെ ക്ഷേത്രങ്ങളാണ് ഇത് രണ്ടും, ശിവക്ഷേത്രങ്ങളാണ് രണ്ടും. ഇപ്പോൾ ഈ 11-ാം നൂറ്റാണ്ടിലാണ് ഈ പറയുന്ന എന്താണ് അതിൻ്റെ പേര് പ്രാജ് വിഹാർ ക്ഷേത്രം അത് ഉണ്ടാക്കിയത് എന്ന് പറയുന്നു. 11-ാം നൂറ്റാണ്ടിൽ ഖമർ ഭരണകൂടത്തിൻ്റെ കാലത്താണ് ഞാൻ വായിച്ചത്. 11 മാത്രമല്ല, അതിൻ്റെ ഒരു ആരാധനാലയം എന്ന സ്ഥലത്തുള്ള ഒരു പഴക്കം ഒരുപക്ഷെ 9-ാം നൂറ്റാണ്ട് വരെ പോയേക്കാം എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതിങ്ങനെ സംഭവങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ഓടിച്ച് വായിക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യം ഹർഷൻ, അതായത് ഈ നമ്മൾ ജീവിക്കുന്ന പ്രദേശത്ത് നമ്മുടെ നാട്ടിൽ നൂറ്റാണ്ടുകൾക്കപ്പുറത്തുള്ള ഈ ചരിത്ര സൃഷ്ടികൾ യഥാർത്ഥത്തിൽ മനുഷ്യരെ ഒരുമിപ്പിക്കുക വേണ്ടത്. ഇപ്പോൾ നമ്മളുടെ കോമൺ ആയിട്ട് ഷെയർ ചെയ്യാവുന്ന ഈ ചരിത്രത്തിൻ്റെ സ്മാരകമാണല്ലോ ഇത് എന്നൊരു പരസ്പര സ്നേഹമാണ്. നമ്മുടെ ഈ പറയുന്ന പിൻഗാമികൾ എത്രമാത്രം വലിയ സംഭവങ്ങൾ പടുത്തുയർത്തിയിരിക്കുന്നു, നമ്മുടെ വിശ്വാസം എത്രത്തോളം ഈ നിലക്ക് പോയിരിക്കുന്നു എന്നൊക്കെ പരസ്പരം ഒരുമിപ്പിക്കുകയാണ് വേണ്ടതെങ്കിൽ, പക്ഷേ എല്ലായിടത്തും ഇത് നമ്മുടെ ചരിത്ര സ്മാരകങ്ങൾ, നമ്മുടെ ഇതുപോലുള്ള ആരാധനാലയങ്ങൾ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സംഭവങ്ങൾ, നമ്മുടെ മുൻഗാമികൾ പടുത്തുയർത്തിയ വലിയ കെട്ടിടങ്ങൾ, പടുകൂറ്റൻ കെട്ടിടങ്ങൾ പരസ്പരം തല്ലുന്നതിനാണ് കാരണമാകുന്നത്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നമ്മളിപ്പോൾ കാണുന്ന സംഭവങ്ങൾക്കകത്ത് പോലും അവിടെ 3 സെമിറ്റിക് മതങ്ങളുടെ പ്രധാനപ്പെട്ട ഈ കെട്ടിടങ്ങൾ അത് ആരുടേതാണ് എന്നതിൻ്റെ അത്തരം തർക്കങ്ങൾ പോലും അതിൻ്റെ ഡീപ്പായിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ തകർക്കപ്പെട്ട ബാബറി മസ്ജിദ് ഇപ്പോൾ പ്രശ്നത്തിലായിരിക്കുന്ന ഒരുപാട് ചരിത്ര സ്മാരകങ്ങളും ആരാധനാലയങ്ങളും ഇതെല്ലാം ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ നമ്മുടെ ഒരു കോമൺ ഹിസ്റ്ററി ആണല്ലോ ഇത്. നമ്മുടെ മുൻഗാമികൾ കടന്നുപോയ വഴിയുടെ വൈചിത്രം എത്രമാത്രം വലുതാണ് എന്ന ഒരു മനുഷ്യരാശിയുടെ ചരിത്രത്തോടുള്ള വിനയവും അതുകൊണ്ട് പരസ്പരം ചേർന്ന് നിൽക്കാൻ കൂടുതൽ പ്രേരിപ്പിക്കുകയാണ് വേണ്ടതെങ്കിൽ അങ്ങനെയല്ല ഉണ്ടാകുന്നത്. എല്ലായിടത്തും പ്രശ്നങ്ങൾക്ക് കാരണമാവുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെ ഇപ്പോൾ കംബോഡിയൻ പട്ടാളക്കാർ കുറച്ച് പേര് തായ്ലൻഡ് കയ്യിലുള്ള ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ പോയിട്ട് എന്തോ അവരുടെ തായ്ലൻഡിൻ്റെ ദേശീയഗാനം പാടിയതാണത്രേ ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് മാറിയത്. 1,38,000 പേരെ സ്ഥലത്ത് നിന്ന് ഒഴിപ്പിക്കേണ്ടി വന്നു. 818 കിലോമീറ്റർ അതിർത്തിയുണ്ട്. എന്നിട്ടാണ് ഈ പറയുന്ന അതിർത്തിയിലാണ് ആകെപ്പാടെ പ്രശ്നം ഉണ്ടാകുന്നത്. ഇത് കൂടുതൽ മുകളിലേക്ക് പോകുമെന്നാണ് ഭയപ്പെടുന്നത്. കാരണം അവിടെ പലപ്പോഴും തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഈ ആയുധങ്ങൾ ഇങ്ങനെ ഈ ബോംബും മറ്റുമൊക്കെ പ്രയോഗിക്കുന്നത് ആദ്യമായിട്ടാണ് എന്നാണ് കേൾക്കുന്നത്. ഇത് പുറത്തു നിന്ന് ആർക്കെങ്കിലും ഇടപെട്ട് പരിഹരിക്കാവുന്ന ഒരു കാര്യമല്ലല്ലോ സ്വാഭാവികമായിട്ട്. ഇപ്പോൾ അവിടെ ബുദ്ധമത രാഷ്ട്രങ്ങളാണ് രണ്ടും. അവിടെ പല നൂറ്റാണ്ടുകൾക്ക് മുന്നിലുള്ള പല കെട്ടിടങ്ങളും ഹിന്ദു ക്ഷേത്രങ്ങൾ ബുദ്ധക്ഷേത്രങ്ങളായിട്ടും തിരിച്ചുമൊക്കെ മാറിയിട്ടുണ്ട് ഈ കാലത്തിന് ഇടയിൽ. ഇവർ പക്ഷേ ഇത് രണ്ടും ശിവക്ഷേത്രങ്ങളായിട്ട് നിൽക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ആരാധനാലയം എന്ന നിലക്കുള്ളതിനേക്കാൾ കൂടുതൽ ചരിത്രപരമായുള്ള പ്രാധാന്യത്തോടെയാണ് അവിടെ സംരക്ഷിക്കപ്പെടുന്നത്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും അവസാനിപ്പിക്കുമ്പോൾ പറയേണ്ടുന്ന ഒരു കാര്യം, ഇതിനകത്ത് എപ്പോഴും ഈ കുഴപ്പമുണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ഈ ഭരണകർത്താക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നമ്മുടെ ഒരു കോമൺ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രേരകമായിട്ട് ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ വർത്തിക്കുകയാണ് വേണ്ടത് എന്ന ശരിയാം വിധമുള്ള നിലപാടുള്ള ഭരണകർത്താക്കൾ ഉണ്ടാവുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് ഞങ്ങളുടെ അഭിമാന സ്തംഭമാണ്, അവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് എടുക്കണമെന്ന് രണ്ടുപേരും വിചാരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ചരിത്ര സ്മാരകങ്ങൾ കുഴപ്പമുണ്ടാക്കുന്നതല്ല, ഈ കാലത്ത് ഭരിക്കുന്ന ആളുകളുടെ ഒരു കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു വിചിന്തന പ്രശ്നമാണ് ഈ പ്രശ്നങ്ങളാകെ ഉണ്ടാക്കുന്നത്. ചെറിയ രാജ്യങ്ങളാണ് താരതമ്യേന, വലുപ്പം കൊണ്ടെല്ലാം പറയുന്നത് ചെറിയ താരതമ്യേന അങ്ങനെ കണക്കാക്കുന്ന രാജ്യങ്ങളാണ്. പക്ഷേ ഈ പ്രശ്നം നമ്മളിപ്പോൾ കാണുന്ന വലിയ സംഘർഷത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറിക്കൂടായികയില്ല. നേരത്തെ നമ്മൾ ഡാറ്റാ ഷീറ്റിൽ പറഞ്ഞതുപോലെ ആയുധം വിൽക്കുന്നതൊക്കെ മറ്റെല്ലാവർക്കും ആയുധം വിൽക്കുന്ന ആളുകൾ തന്നെയാണ്, വമ്പൻ കക്ഷികളാണ് എന്നതുകൊണ്ട് എത്രത്തോളം പോകും എന്ന് നമുക്ക് ഇപ്പോൾ പ്രവചിക്കാൻ സാധിക്കുന്നതല്ല. പെട്ടെന്ന് ഒഴിഞ്ഞു പോകട്ടെ പ്രശ്നങ്ങൾ എന്ന് ആഗ്രഹിക്കാനേ നമുക്ക് പറ്റുമെന്ന് തോന്നുന്നു. തീർച്ചയായും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ 2 രാഷ്ട്രങ്ങളുടെയും ഭരണതലവന്മാരുടെ അല്ലെങ്കിൽ ആ ഭരണ നേതൃത്വത്തിൻ്റെ കയ്യിലെ കുഴപ്പം തന്നെയാണ് ഒന്നാമത്തെ കാര്യം. കാരണം ഏതെങ്കിലും ഒരു രാജ്യത്ത് നമ്മൾ വിചാരിക്കുക പോലുമില്ലല്ലോ. ഇപ്പോൾ തായ്ലൻഡിൻ്റെ പ്രധാനമന്ത്രി ഈ തക്ഷിൻ ഷിനാവത്രയുടെ മകളാണ്. അപ്പോൾ അവർ കംബോഡിയയിലെ നേതാവിനെ വിളിച്ചിട്ട് നിങ്ങളൊന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കരുത്, ഇവിടെ എനിക്ക് വലിയ പ്രശ്നമാണ് എന്ന് പറയുന്ന ഓഡിയോ ലീക്കാവുകയാണ്. അങ്ങനെയൊക്കെ ഏതെങ്കിലും രാജ്യ നേതൃത്വങ്ങൾ തമ്മിൽ അതായത് അത് അങ്കിൾ എന്നൊക്കെ വിളിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അതിവിടെ വലിയ പ്രശ്നമായിട്ടുണ്ട്. അവിടെ ആത്മാഭിമാനത്തിന് വലിയ മുറിവേറ്റു ഉടനെ തായ്ലൻഡിലുള്ള ജനതയ്ക്ക്. അങ്ങനെ എന്ന് പറഞ്ഞാൽ അത് തീവ്രദേശീയത അവിടെ മറ്റൊരു തരത്തിലപ്പോൾ കത്തുന്നു. അങ്ങനെ ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പരമാവധി പ്രകടനം നടത്താൻ തായ്ലൻഡ് ആ ഘട്ടത്തിൽ തയ്യാറാകുന്നു. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകുന്നത്. ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സനീഷ്, ഇത് ഇവിടെ മാത്രമല്ലല്ലോ, ലോകത്തെല്ലായിടത്തും ഈ കോളനികളായിരുന്ന രാജ്യങ്ങളിലൊക്കെ ഇവർ
പോകുമ്പോൾ ഒരു പുകിലുണ്ടാക്കിയിട്ടാണ് പോയിരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ ഒരു പരിധി വരെ സംഭവിച്ചിട്ടുള്ളത്. കാരണം ഫ്രാൻസ് പോകുമ്പോൾ വരച്ച അതിർത്തിയിൽ കിടന്നിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ആ അതിർത്തിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇവിടെ. അതിങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും ഇവരോരോ പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. അത് ഇവിടെയും സംഭവിക്കുന്നുണ്ട്. ഇവിടെ മുമ്പേ ഈ തർക്കം നിലനിൽക്കുന്നതാണ്. പക്ഷേ അന്ന് അതിർത്തി വരയ്ക്കുമ്പോഴും ഒരു ശ്രദ്ധ ഉണ്ടായില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. മാത്രമല്ല ഇപ്പോൾ സൈനിക ശേഷിയുടെ കാര്യം എടുത്താൽ തായ്ലൻഡ്, നമ്മളിപ്പോൾ നേരത്തെ ഡാറ്റ ഷീറ്റിൽ പറഞ്ഞു, തായ്ലൻഡിന് വലിയ സൈനിക ശേഷിയുണ്ട്. ആ നിലയ്ക്ക് F-16 വിമാനമൊക്കെ ഉണ്ട്. ആ യുദ്ധവിമാനങ്ങൾ വെച്ച് ആക്രമണം നടത്തുന്നുണ്ട്. ആധുനിക യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള കാശ് കയ്യിലുണ്ട്. അത് നമ്മളിപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ ഈ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്ന ഒരു രാജ്യമാണ് തായ്ലൻഡ്. ഇപ്പോൾ ബാങ്കോക്കും ഫുക്കറ്റും പട്ടായയും മാത്രമല്ല, അതിനപ്പുറത്ത് പക്ഷേ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നതെങ്കിലും ഈ രാജ്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് തമിഴ്നാടും കേരളവും കർണാടകവും ആന്ധ്രയും ചേരുന്ന അത്രയും വലിപ്പമുള്ള രാജ്യവും ജനസംഖ്യയിൽ അതിനേക്കാളൊക്കെ വളരെ താഴെ നിൽക്കുന്ന രാജ്യമാണ്. വിശാലമായ കൃഷിയിടങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു വലിയ രാജ്യം. അപ്പുറത്ത് കംബോഡിയയ്ക്ക് ആണെങ്കിൽ എന്താണ്, കംബോഡിയയ്ക്ക് വലിയ പിന്തുണ ചൈനയുടെ പിന്തുണയുണ്ട്. ചൈന ഈ രാജ്യങ്ങളുമായിട്ട് വ്യാപാര ബന്ധമൊക്കെ ഉണ്ടെങ്കിലും ചൈന കംബോഡിയയ്ക്ക് ഒരു പ്രത്യേക സ്നേഹവും പ്രത്യേക പിന്തുണയും കൊടുക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ വലിയ സംഘർഷത്തിലേക്ക് ഇത് പോയാൽ വളരെ പെട്ടെന്നുള്ള ഒരു ആക്രമണമൊക്കെ തായ്ലൻഡിൻ്റെ ഭാഗത്തുനിന്ന് സജീവമായി അങ്ങോട്ട് ഉണ്ടാകുമായിരിക്കാം. തായ്ലൻഡിന് കുറേ കംബോഡിയയെ കുഴപ്പത്തിലാക്കാൻ പറ്റുമായിരിക്കാം. പക്ഷേ ഒരു ദീർഘകാല യുദ്ധത്തിലേക്ക് പോയാൽ ഇപ്പം ഈ പ്രതിരോധ വിദഗ്ധരൊക്കെ വിലയിരുത്തുന്നത് അങ്ങനെ ഒരു യുദ്ധത്തിലേക്കോ വലിയ സംഘർഷത്തിലേക്കോ പോയാൽ അത് തായ്ലൻഡിനാണ് പിന്നെ കുഴപ്പം ചെയ്യുക എന്നുള്ളതാണ് വിലയിരുത്തുന്നത്. അപ്പോൾ അത് ഒരു ഒറ്റ കാര്യം കൂടെ പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇത് ശിവക്ഷേത്രമാണ്, ഹിന്ദു ക്ഷേത്രങ്ങളാണ്. ഇപ്പോൾ മറ്റൊരു രാജ്യത്ത് രണ്ട് രാജ്യങ്ങൾക്കിടയിലെ പ്രശ്നമായിട്ട് രണ്ട് ശിവക്ഷേത്രങ്ങൾ വരുമ്പോൾ ഇവിടുത്തെ ഹിന്ദുത്വ രാഷ്ട്രീയക്കാരും ഹിന്ദുത്വാഭിമാനികളും ചേർന്ന് ഏത് തരത്തിലാണ് ആ പോയിന്റ് വികസിപ്പിക്കുക ഇവിടെ എന്നത് കൂടെ നമ്മൾ കാത്തിരിക്കേണ്ടതാണ്. എന്തായാലും അപ്രതീക്ഷിതമായ യുദ്ധസമാന സാഹചര്യത്തിലാണ് ഏഷ്യ. പശ്ചിമേഷ്യ അശാന്തമായി തുടരുന്നതിനിടെയാണ് തെക്കുകിഴക്കൻ ഏഷ്യയിലെ പ്രശ്നങ്ങൾ. പതിറ്റാണ്ടുകളായി പരിഹരിക്കാനാവാത്ത അതിർത്തി തർക്കമാണ് തെക്കുകിഴക്കൻ ഏഷ്യയിൽ നീറിപ്പുകയുന്നത്. യുദ്ധത്തിലൂടെയോ പ്രശ്നങ്ങൾക്ക് തീർപ്പാകൂ എന്നത് ആയുധ വ്യാപാരികളുടെ മാത്രം നീതിശാസ്ത്രമാണ്. മധ്യസ്ഥ ചർച്ചയ്ക്കുള്ള ശ്രമങ്ങളെ പോലും അവഗണിച്ചിരിക്കുകയാണ് തായ്ലൻഡ്. വഴിമരുന്നിന് തീ കാത്തിരിക്കുന്ന കതിനകളിലേക്ക് തീ പടർത്താൻ താല്പര്യമുള്ളവർ ഒരുപാട് പേരുണ്ടാവും. യുദ്ധം വേണമെന്നില്ല. നീണ്ടു നിൽക്കുന്ന ഒരു സംഘർഷത്തിലേക്ക് പോയാൽ പോലും ടൂറിസം മുഖ്യ വരുമാനമായ ഈ രാഷ്ട്രങ്ങളുടെ അടിത്തറയിളകും. വിഷയത്തിൽ ഫലപ്രദമായ ഇടപെടൽ നടത്താൻ ഐക്യരാഷ്ട്രസഭ ഇനിയെങ്കിലും തയ്യാറാകും എന്ന് നമുക്ക് ആശിക്കാം.